ഇനി അടുത്തതാണ് വിർച്ചസ് സൈക്കിളും വിഷ്യസ് സൈക്കിളും. എന്താണ് വിർച്ചസ് സൈക്കിളും വിഷ്യസ് സൈക്കിളും? ഞാനിവിടെ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഡിസ്കഷൻ. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മുടെ എക്കണോമിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ? വായിച്ചേ. ലോവർ ഡിമാൻഡ്. സാധാരണ ഈ ലോവർ ഡിമാൻഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ നിങ്ങൾ കേട്ട അനുഭവത്തിൽ എന്ന് പറയും. ഗ്രോത്തിന്റെ ടൈമിലാണോ ലോവർ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാണാം, അതോ സ്ലോ ഡൗൺ റിസഷന്റെ ടൈമിലാണോ കാണാറ്? സ്ലോ ഡൗൺ റിസഷൻ. അപ്പൊ നമ്മുടെ എക്കണോമി റിസഷൻ വിട് തൽക്കാലം സ്ലോ ഡൗണിലാണ് നിൽക്കുന്നത് അല്ലെ. ഈ ഗ്രാഫ് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഞാനിത് ലോവർ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമി നിലവിൽ സ്ലോ ഡൗൺ ആണ്, ഡിമാൻഡ് കുറവാണ്. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എന്താ സംഭവിക്കുക? കണക്ട് ചെയ്ത് പഠിക്കും. ഡിമാൻഡ് കുറവാണെങ്കിൽ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കും അല്ലെ, പ്രൊഡക്ഷൻ കുറയ്ക്കും. പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന അത്ര എംപ്ലോയീസിന് ഇനി ആവശ്യമാണോ? ദേ വിൽ ഫയർ മെനി എംപ്ലോയീസ്. എന്തിലേക്ക് ലീഡ് ചെയ്യും? അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യും. അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഇൻകം എന്ന് പറയുന്നത് എന്താ? ഫാക്ടർ ഇൻകം അല്ലേ. എംപ്ലോയ്മെന്റ് പോയി കഴിഞ്ഞാൽ ഫാക്ടർ ഇൻകം റെഡ്യൂസ് ആണോ ചെയ്യുക, ഇൻക്രീസ് ആണോ ചെയ്യുക? ഫാക്ടർ ഇൻകം വിൽ റെഡ്യൂസ്. ദാറ്റ് ഈസ് ഇൻകം ഓഫ് ദി ഹൗസ് ഹോൾഡ് വിൽ കംസ് ഡൗൺ. നമ്മുടെ ഇൻകം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് എന്തിലേക്കാണ്? ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇൻവെസ്റ്റ്മെന്റ് ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസെപ്ഷൻ, നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ കുറയും. ജനറലി എന്താണ് ഇതിന്റെ അർത്ഥം? അഗെയിൻ ഡിമാൻഡ് വിൽ ഡിക്രീസ് അല്ലെ. ഡിമാൻഡ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ഡൗണിൽ തുടങ്ങിയ കഥ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? ഓവറോൾ ഗ്രോത്ത് റേറ്റ് വിൽ ഡിക്രീസ്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ലീഡ് ടു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ റിസഷൻ. റിസഷനിലേക്ക് വന്നതിന് വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്തെന്നെ ഉണ്ടാവുന്നത്? വീണ്ടും ഡിമാൻഡ് ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സൈക്കിൾ വരും. ഇതാണ് 1929 ഗ്രേറ്റ് ഡിപ്രഷനിൽ അമേരിക്കയിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. എന്താണ്? ചെറിയൊരു സ്ലോ ഡൗണിൽ നിന്നായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ആ സ്ലോ ഡൗണിന്റെ സമയത്ത് എന്തുണ്ടായി? ഡിമാൻഡ് കുറഞ്ഞു, പ്രൊഡക്ഷൻ കുറഞ്ഞു, അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്തു, ആളുകളുടെ കയ്യിലുള്ള പൈസ കുറഞ്ഞു. എഗെയിൻ അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? റിസഷൻ. റിപ്പീറ്റിംഗ്. പ്രൈവറ്റ് സെക്ടറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ. ഈ ഒരു അവസ്ഥയിലാണ് ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യേണ്ട മക്കളെ. ഈ സൈക്കിൾ ഇങ്ങനെ പല തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ലൂപ്പ് ചെയ്ത് നടന്നതിന് എന്താ ഉണ്ടാവുക? സ്ലോ ഡൗണിൽ തുടങ്ങി റിസഷനിലേക്ക് പോയി, വീണ്ടും റിസഷനായി, ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് വെച്ച് വളരെ വളരെ എക്കണോമിക് മോശമാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ സൈക്കിള് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഇടപെടും ആര്? ഇന്ത്യയുടെ കേസിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അമേരിക്കയുടെ കാര്യത്തിലാണെങ്കിൽ US ഫെഡറൽ റിസർവ് ഇടപെടും, അതേപോലെ കറസ്പോണ്ടിങ് ഗവൺമെന്റ് ഇടപെടും. ഗവൺമെന്റ് ഇടപെട്ട് ഈ സൈക്കിള് ബ്രേക്ക് ചെയ്യാൻ നോക്കും. എങ്ങനെയാണ്? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ? സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗവൺമെന്റ് എല്ലാ ഹൗസ് ഹോൾഡ്സിനും കുറച്ച് പൈസ അയച്ച് കൊടുക്കാന്ന് വിചാരിക്കും. ഇതൊന്നും എന്താന്ന് ചോദിക്കില്ല, ഞാൻ മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്. എല്ലാവരും അക്കൗണ്ടിലേക്ക് ഇപ്പൊ PM കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും 6000 രൂപ കർഷകർക്ക് കൊടുത്തില്ലേ? അതുപോലെ നിങ്ങളുടെ എല്ലാവരും അക്കൗണ്ടുകളിലേക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഗവൺമെന്റ് അയച്ചു എന്ന് വിചാരിക്കും. എന്താ ഉണ്ടാവുക? ആ പൈസ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും? യു വിൽ ഡിമാൻഡ് സംതിങ്, റൈറ്റ്? കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട്. യു വിൽ ഡിമാൻഡ് സംതിങ്. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? ഗ്രോത്ത് റേറ്റ് ഇംപ്രൂവ് ചെയ്യും. ഗ്രോത്ത് റേറ്റ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? അൺഎംപ്ലോയ്മെന്റ് ഡിക്രീസ് ചെയ്യും. അൺഎംപ്ലോയ്മെന്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? എല്ലാവർക്കും ജോലി ഉണ്ട് അല്ലെ. ജോലി ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ഇൻകം എന്തുണ്ടാവും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണോ? യൂഷ്വലി നടക്കുന്ന ആ ബിസിനസ് സൈക്കിള് ബ്രേക്ക് ചെയ്ത് അതിനെന്തുണ്ടാവുക? അതിനെ മോഡറേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴും ഗവൺമെന്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഇടപെട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാ? വിഷ്യസ് സൈക്കിൾ അല്ലെങ്കിൽ വിർച്വസ് സൈക്കിൾ എന്ന് നമ്മൾ പറയാം. ഓക്കെ അല്ലേ? ഇനി ടൈപ്സ് ഓഫ് റിക്കവറി. നമ്മൾ ഈ റിക്കവറി
എക്കണോമിയിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. പല തരത്തിൽ അത് റിക്കവറി ഉണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള ഷേപ്പുകൾ അതിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. പലതരത്തിലുള്ള ഷേപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഗ്രോത്ത് റേറ്റ് നമ്മൾ മെഷർ ചെയ്യില്ല. 6%, 7%, 8%, 9%, 1%, 0.5%, -2%. ഇപ്പൊ പല വർഷങ്ങളിലുള്ള പല രാജ്യങ്ങളുടെയും എക്കണോമിക് ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ പല രാജ്യത്ത് പല ടെൻഡൻസി അല്ലേ കാണിക്കുക. അപ്പൊ ആ കാണുന്ന ഗ്രാഫിന് നമ്മൾ ജനറലി അനലൈസ് ചെയ്ത് പറയുന്ന ചില പ്രത്യേക ഷേപ്പുകളാണ് ഈ കാണുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 1-2 എന്ന് പറയുന്നത് ദിസ് ഈസ് ഇമ്പോർട്ടന്റ് ആൻഡ് ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. വി ഷേപ്പ് റിക്കവറി എന്തുകൊണ്ടാണ്? കാരണം ഈ വി ഷേപ്പ്, യു ഷേപ്പ്, കെ ഷേപ്പ്, അടുത്ത പേജിൽ ഒരു കെ ഷേപ്പ് ഉണ്ട്. ഈ 3 ടൈപ്പ് റിക്കവറീസ് ഇന്ത്യയുടെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വെരി നിയർ പാസ്റ്റില്. കോവിഡിന് ശേഷം ഇന്ത്യയുടെ റിക്കവറി ഏത് പാറ്റേൺ ആയിരുന്നു എന്ന് ഒരുപാട് എക്കണോമിസ്റ്റുകളുടെ ഇടയിൽ ചർച്ച വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് ഇന്ത്യയുടെ റിക്കവറി വി ഷേപ്പ് റിക്കവറി ആണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞിരുന്നത്, നിർമ്മല സീതാരാമൻ. പക്ഷെ ആക്ച്വലി എക്കണോമിസ്റ്റുകൾ പറയുന്നത് വി ഷേപ്പ് അല്ല, കെ ഷേപ്പ് റിക്കവറിയാണ് ഇന്ത്യക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഫിനാൻസ് മിനിസ്റ്റർ വി ഷേപ്പ് എന്ന് പറയാനുള്ള കാരണം? ഈ ഗ്രാഫ് അനലൈസ് ചെയ്യുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത് GDP-നെ കുറിച്ച്? നോക്കിയേ, സ്ലോ ഡൗൺ വരുമ്പോ തന്നെ ഗവൺമെന്റ് ഇടപെട്ട് കയ്യോടെ അതിനെ റിക്കവറി ചെയ്ത് നോർമൽ റേറ്റിലേക്ക് കൊണ്ടുവന്നു അല്ലെ. അപ്പോ സ്ലോ ഡൗൺ വരുന്നതിനെ ക്വിക്കിലി അല്ലെങ്കിൽ റാപ്പിഡ്ലി നമ്മൾ അതിനെ റിക്കവർ ചെയ്ത് നോർമൽ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അപ്പോഴാണ് ഇത് ഷേപ്പ് റിക്കവറി വരാ, വി ഷേപ്പ്. ഇപ്പൊ ഫിനാൻസ് മിനിസ്റ്റർ എന്താ പറഞ്ഞത്? കോവിഡ് ഒന്നും നമ്മളെ കാര്യമായിട്ട് ബാധിച്ചില്ല, കോവിഡ് എന്ന് പറയുന്ന പ്രശ്നം മാറിയപ്പോ തന്നെ ഇന്ത്യ പണ്ടത്തെ സ്റ്റേറ്റിലേക്ക് വന്നു എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷെ അതിന് ഒരുപാട് ആൾക്കാർ എതിർത്തു. ഇന്ത്യയിൽ സംഭവിച്ചത് ഈ ടൈപ്പ് റിക്കവറി ആണെന്നാണ് ഒരുപാട് എക്കണോമിസ്റ്റുകൾ പറയുന്നത്. കെ ഷേപ്പ് റിക്കവറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വി ഷേപ്പില് എല്ലാ സെക്ടേഴ്സും പെട്ടെന്ന് തന്നെ റിക്കവറി ആണെങ്കിലാണ് വി വരാ. കെ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇതിലാണെങ്കിൽ ഈ നീല കളറിൽ കൊടുത്തിട്ടുള്ളത് ഇൻഡസ്ട്രി, ടെക്നോളജി, റീറ്റെയിൽ, സോഫ്റ്റ്വെയർ സർവീസസ് ആണ്. ഇനി റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് നോക്കി, ട്രാവൽ, എന്റർടൈൻമെന്റ്, ഹോസ്പിറ്റാലിറ്റി, ഫുഡ് സർവീസ്. ജസ്റ്റ് ഇമാജിൻ ദി സെനാരിയോ. ഏതാണ് സിറ്റുവേഷൻ? കോവിഡ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ടൈം അല്ലെങ്കിൽ കോവിഡ് ടൈമാണ്. കോവിഡ് ടൈമിൽ ഈ കൊടുത്തിട്ടുള്ള നീല കളറിലുള്ള ആൾക്കാർക്കാണോ ചുവന്ന കളറിലുള്ള ആൾക്കാർക്കാണോ ഗ്രോത്ത് കൂടുതലായിട്ടുണ്ട്? നീല കളറുകാര്. വൈ? നമ്മൾ കോവിഡിന്റെ ടൈമിൽ കണ്ടിരുന്നു ഒരുപാട്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനീസിന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ വന്നിരുന്ന ഒരാളാണ് ബൈജൂസ്. അതാണ് നമ്മളിപ്പോ തകർന്നു എന്ന് ഇപ്പൊ വായിച്ചത് അല്ലെ. ഇപ്പൊ എന്താണ്, ഒരുപാട് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിനാണ് കുറെ ഇൻകം വന്നതും ഗ്രോത്ത് വന്നതും. കോവിഡിന്റെ ടൈമിൽ നിങ്ങൾ എപ്പോഴേലും ടൂർ പോകാറുണ്ടോ? ഇല്ല, ട്രാവൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. എന്റർടൈൻമെന്റ് ആണെങ്കിലും ഹോസ്പിറ്റാലിറ്റീസ് ആണെങ്കിലും ഈവൺ നമ്മളൊരു മൂവി കാണാൻ പോകുന്നത് തന്നെ വളരെ വളരെ കുറച്ചായിരുന്നു. കാരണം മാസ്ക് വെക്കണം, ഗ്ലൗ വെക്കണം, അത് വെക്കണം, ഇത് വെക്കണം. അപ്പൊ മൊത്തത്തില് ഈ സെക്ടേഴ്സ്, ചുവന്ന കളറിൽ ഞാൻ കൊടുത്തിട്ടുള്ള സെക്ടേഴ്സിന്റെ ഗ്രോത്ത് കുറവായിരുന്നു. ഈ നീല കളർ എന്ന് പറയുന്നത് അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടായിരുന്നു. നോക്കി വരച്ചിട്ടുള്ളത് ശരിയാണോ? കോവിഡ് ടൈമിൽ ഇത് രണ്ടും വലിയ കുഴപ്പമില്ലാതെ പോവായിരുന്നു അല്ലെ. പ്രീ കോവിഡ് ടൈമില് രണ്ട് സെക്ടറും വലിയ പ്രശ്നമില്ലാതെ പോയി. കോവിഡ് ടൈമിൽ ഒബ്വിയസ്ലി എന്തിലേക്ക് ലീഡ് ചെയ്തു? ഗ്രാഫ് സ്റ്റഡി ചെയ്യും. ഒബ്വിയസ്ലി കോവിഡ് ടൈമിൽ എല്ലാ സെക്ടേഴ്സും തളർന്നു. ദാറ്റ് ഈസ് എക്കണോമിക് റിസഷൻ. പോസ്റ്റ് കോവിഡ് നോക്കിയേ, ഈ കാണുന്ന മേഖലയിൽ നന്നായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി. ഏത്? ടെക്നോളജി, റീറ്റെയിൽ സെക്ടർ, സോഫ്റ്റ്വെയർ സർവീസസ്. അല്ല, പലചരക്ക് കടക്കാരൻ കുത്തുപാള എടുക്കുന്നത് കോവിഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവരും ആവശ്യമുള്ള ഒരു കാര്യമില്ലേ. കുറെ പുതിയ സൂപ്പർ മാർക്കറ്റുകൾ വന്നിരുന്ന ഒരു ടൈമായിരുന്നു പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്നത്. പക്ഷെ കുറെ ഹോട്ടലുകൾ പൂട്ടിയ ഒരു ടൈമായിരുന്നു എന്ത്? പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ അതെ, ചില സെക്ടേഴ്സിന് അപാര ഗ്രോത്തും ചില സെക്ടേഴ്സ് നോക്കി വീണ്ടും താഴേക്ക് പോയി, വീണ്ടും താഴേക്ക് പോയി, വീണ്ടും താഴേക്ക് പോയി. അപ്പൊ എല്ലാ സെക്ടേഴ്സും ഒരേപോലെയാണോ പോസ്റ്റ് കോവിഡ് റിക്കവറി വന്നിട്ടുള്ള? ഒരേപോലെ റിക്കവറി വരുന്നുണ്ടെങ്കിലാണ് അത് ഏത് ടൈപ്പ് ആവാ? വി ഷേപ്പ്. ഈ പറഞ്ഞ അനാലിസിസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് എക്കണോമിക് ഡാറ്റ പ്രകാരം ശരിയല്ല. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ പോസ്റ്റ് കോവിഡ് പല സെക്ടേഴ്സും. ഇത് 2021 മെയിൻസിന്റെ ചോദ്യമായിരുന്നു. വാട്ട് വാസ് ദി എക്കണോമിക് റിക്കവറി മോഡൽ ഓഫ് ഇന്ത്യ, വെദർ ഇറ്റ് ഈസ് വി ഷേപ്പ് ഓർ കെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട്. ഈ ഗ്രാഫ് വരച്ച് നമ്മൾ ഈ പറഞ്ഞ ഡേറ്റയും കാര്യങ്ങളൊക്കെ വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യലായിരുന്നു ആ ഒരു മെയിൻസ് ആൻസറിന്റെ ഒരു ഉദ്ദേശം. ഓക്കെ ആണോ?
കാര്യങ്ങൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയില്ല. ഇനി ഈ വി ഷേപ്പിന്റെ കുറച്ചും കൂടി മോഡറേറ്റ് ആയിട്ടുള്ള ഷേപ്പാണ് എന്ത്? ഇതിനെ നമ്മൾ യു ഷേപ്പ് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത വി ഷേപ്പ് മാതിരി ക്വിക്കിലി റിക്കവർ ചെയ്തിട്ടില്ല. നോക്കിയേ, കുറച്ചും കൂടി. രണ്ടുപേരും സ്ലോ ചെയ്യുന്നത് ഒരേപോലെയല്ലേ? രണ്ടുപേരിലും സ്ലോ ഡൗൺ ആൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ക്വിക്കിലി റിക്കവറി ആണ് ചെയ്തത്. ഇവിടെ കുറച്ചും കൂടി ടൈം എടുത്തിട്ട് യു ഷേപ്പിൽ വരും. എന്തേലൊക്കെ ഒരു പൊട്ടൻഷ്യൽ പ്രിലിംസ് ക്വസ്റ്റ്യൻ ചോദിക്കാം ഇതിനെ കുറിച്ച് കേട്ടോ. ഓക്കെ ആണല്ലോ? ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടു എന്ന് വിചാരിക്കും. വി ഷേപ്പ് റിക്കവറി ഈസ് എ കൈൻഡ് ഓഫ് എക്കണോമിക് റിക്കവറി ഇൻ വിച്ച് ദി റിക്കവറി ഈസ് ക്വിക്കിലി. ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് ആലോചിച്ച് പറയും. ശരിയാണ്. യു ഷേപ്പ് ആണെങ്കിലോ? അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെന്റ്, കെ ഷേപ്പ് റിക്കവറി ഈസ് ദ ടൈപ്പ് ഓഫ് എക്കണോമിക് റിക്കവറി ഇൻ വിച്ച് എവറി സെക്ടർ ഈസ് റിക്കവറിങ് സൈമുൾട്ടേനിയസ്ലി. ശരിയാണോ തെറ്റാണോ? തെറ്റുവായി. അപ്പൊ നിങ്ങൾക്ക് ബേസിക് ആ ഗ്രാഫിനെ കുറിച്ച് ഒരു ഐഡിയ പോരെ? ഇതിനേക്കാൾ കൂടുതലൊന്നും ഈ ഒരു ഭാഗത്ത് നിന്ന് വേണ്ടി വരും. ഇത് വന്നത് കോവിഡിന് ശേഷം ഇതൊരു ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ ആയതുകൊണ്ടാണ്. കെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പല സെക്ടർ പല ഗ്രോത്ത്. ഓക്കെ അല്ലേ? ചോദിക്കേ. ആൻസർ എഴുതുമ്പോൾ എന്താണ് നമ്മുടെ ഈ ബിസിനസ് സൈക്കിൾ എന്ന് മോനെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എഴുതും. നമ്മൾ മെയിൻ ടോപ്പിക് എഴുതുമ്പോൾ ഞാൻ ക്ലാസ്സിൽ എഴുതാൻ പഠിപ്പിക്കും കേട്ടോ പരിപാടി. ഒരു ഇൻട്രൊഡക്ഷൻ എന്ത് കൊടുക്കും? എക്കണോമിക് സൈക്കിൾ എന്താണ്, പരിപാടികളെ കുറിച്ച് താൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ഇനി അവിടെ ഡിബേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ കെ ഷേപ്പ് ആണോ വി ഷേപ്പ് ആണോ എന്നല്ലേ. തന്റെ കയ്യിലുള്ള ഡേറ്റ, പോസ്റ്റ് കോവിഡ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് അല്ലെങ്കിൽ പല സെക്ടേഴ്സിന്റെ ഗ്രോത്ത്, അതിനെ കുറിച്ചൊക്കെ ഉള്ള ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. ആ ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ കോട്ട് ചെയ്യും. അതിന്റെ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കും? ഒബ്വിയസ്ലി കെ ഷേപ്പ് ആയിരിക്കും. ഒബ്വിയസ്ലി അപ്പൊ കെ ഷേപ്പ് എന്ന് പറഞ്ഞ് താനത് കൺക്ലൂഡ് ചെയ്യും. മനസ്സിലായോ? അത്രേ ഉള്ളൂ കഥ. ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ച് UPSC ആൻസറിൽ അതന്നെ എഴുതണം എന്ന് നിർബന്ധമില്ല. നമുക്ക് കിട്ടുന്ന അവൈലബിൾ ഡാറ്റ വെച്ച് നമുക്ക് എന്ത് മനസ്സിലാവുന്ന അത് എഴുതിയാൽ മതി കേട്ടോ. ഗവൺമെന്റ് പറയുന്ന പോളിസി നമ്മൾ ജോലി കിട്ടുമ്പോൾ ഗവൺമെന്റിന്റെ ഒപ്പം നിന്നാൽ മതി. ജോലി കിട്ടുന്നവരെ സത്യം പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ അല്ലേ?